കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 23 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല. കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്നും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം അവസാനിപ്പിക്കുന്നത് നമ്മൾ അനുദിനം ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. ഈശോ പറഞ്ഞു, ഞാൻ പിതാവിൽ നിന്നും പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഈശോയെക്കുറിച്ച് മാത്രമല്ല, ഈ ലോകത്ത് മനുഷ്യരായിട്ട് കടന്നു വന്ന നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് വന്നവരും ദൈവത്തിങ്കിലേക്ക് തിരികെ പോകേണ്ടവരാണ്. ഈ ഒരു ആലോചന, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിരന്തരം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയാൽ നമുക്ക് അല്പം കൂടിയും സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും ഒക്കെ നമുക്ക് നമ്മുടെ ഈ അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം വായിക്കുമ്പോൾ ഇത് വളരെ മനോഹരമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പറയാണ്, അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും ഇനിയും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരികെ ഏൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങിപ്പോകേണ്ടവനാണ് മനുഷ്യൻ. അവന് മരണമുണ്ടെന്നോ അവൻ്റെ ജീവിതം ഹ്രസ്വമാണെന്നോ അവൻ അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വന്നവരാണ് നമ്മൾ. ദൈവം തൻ്റെ ജീവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി തിരിച്ച് ദൈവത്തിങ്കിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. അതാണ് നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന കാലഘട്ടം നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കേണ്ട തീരുമാനങ്ങളിൽ നമ്മൾ വ്യാപരിക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അനുദിന ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ സാധ്യതകളും അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എൻ്റെ ആത്മരക്ഷയെ പ്രതിയാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ്, ദൈവത്തിങ്കിലേക്ക് തിരികെ പോകേണ്ടവരാണ്. ഇവിടെയാണ് ശത്രുവിൻ്റെ പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവത്തിൽ നിന്നും ആരംഭിച്ച നമ്മൾ ദൈവത്തിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത് എന്ന് ശത്രു നിരന്തരം ആഗ്രഹിക്കുന്നുണ്ട്. ആ ശത്രുവിൻ്റെ ആഗ്രഹവും അവൻ്റെ തീരുമാനവുമാണ് നമ്മളെ പാപത്തിലും അശുദ്ധിയിലും ആന്തരിക മുറിവിലും വെറുപ്പിലും വിദ്വേഷത്തിലും പകയിലും വൈരാഗ്യത്തിലും സ്നേഹത്തിന് ചേരാത്ത ജീവിതത്തിൻ്റെ തീരുമാനങ്ങളിലൊക്കെ നമ്മളെ ഈ ലോകത്തിൽ ബന്ധിച്ചിടുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നവരും ദൈവത്തിങ്കിലേക്ക് തിരിച്ചെത്തേണ്ടവരുമാണെന്നുള്ള ഈ നിത്യസത്യത്തെയാണ് ശത്രു തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നമുക്കില്ലാതെ വന്നാൽ സംഭവിക്കുന്നതിന് ശത്രുവിൻ്റെ വഞ്ചനയിൽ നമ്മൾ അകപ്പെട്ടു പോകും. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ മനസ്സിന് മുറിവുണ്ടായി അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും. ജീവിതത്തിലുണ്ടായ ചില നഷ്ടങ്ങൾ, ചില പരാജയങ്ങൾ, ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അസ്വസ്ഥതകളും വേദനകളൊക്കെ നമ്മുടെ ആത്മീയ സന്തോഷവും ആനന്ദവും നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയെപ്പോലും നമ്മുടെ കൺമുമ്പിൽ നിന്ന് മറച്ചു പിടിക്കുകയും അങ്ങനെ
വെറും ലൗകിക മനുഷ്യരായി ജീവിക്കുകയും നിത്യ ജീവൻ അപകടത്തിലാക്കുന്ന മനോഭാവത്തിലായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും വെറുപ്പിലും വിദ്വേഷത്തിലൊക്കെ ആയിരിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനമില്ലാതെ വരുമ്പോൾ സംഭവിക്കുന്നതിന് വെറുപ്പിലും വിദ്വേഷത്തിലൊക്കെ ഒരു ദൈവ പൈതൽ മരിച്ചാൽ അവൻ്റെ നിത്യരക്ഷ അപകടത്തിലാണ്. ഈശോ ലോകത്തിലേക്ക് വന്നത് നമ്മെ സ്നേഹിച്ച് അവൻ്റെ സ്വന്തമാക്കി മാറ്റി നമ്മെ നിത്യജീവൻ്റെ അവകാശികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. യേശു തൻ്റെ പിതാവായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിക്കുകയും നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തു. പാപത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഭിന്നതയുടെയും ഒക്കെ അടിമത്തത്തിൽ നിന്നും യേശു നമ്മെ വീണ്ടെടുക്കുകയാണ് ചെയ്തത് അവൻ്റെ കാൽവരി യാഗത്തിലൂടെ. ഈ സത്യം അറിയാതെ വന്നാൽ ലോകം നമ്മളെ വഞ്ചിക്കാൻ തുടങ്ങും. ഇപ്പോൾ ജഡത്തിൻ്റെ ചില ദുരാശകൾ അതുകൊണ്ടാണല്ലോ യോഹന്നാൻ ശ്ലീഹ കൃത്യമായിട്ട് ലോകത്തെ ഡിഫൈൻ ചെയ്യുന്നത് 1 യോഹന്നാൻ 2:15 മുതലുള്ള വചനങ്ങളാണ്. ലോകമെന്ന് പറഞ്ഞുകൊണ്ട് 3 കാര്യങ്ങളാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. 1 കണ്ണിൻ്റെ ദുരാശ, 2 ജഡത്തിൻ്റെ ദുരാശ, 3 ജീവിതത്തിൻ്റെ അഹന്ത. ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്, പിതാവിൽ നിന്നുള്ളതല്ല. ഈ ലോകത്തിൻ്റെ മനോഭാവത്തിൽ ജീവിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നില്ല എന്നും യോഹന്നാൻ ശ്ലീഹ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ കണ്ണുകളുടെ ദുരാശകളിലേക്ക് ശത്രു നമ്മളെ തള്ളിയിടും. കാണുന്നതൊക്കെ സ്വന്തമാക്കണം, ഈ ലോകമാണെല്ലാം, ഈ ലോകത്ത് നിന്ന് കിട്ടുന്നതാണ് സന്തോഷം തരുന്നതെന്ന് വിചാരിച്ച് ഈ ലോകത്ത് കിടന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ ഒരായുഷ്കാലം മുഴുവൻ കടന്നു പോകും. ജഡത്തിൻ്റെ ദുരാശ, ചില ജഡത്തിൻ്റെ ദുരാശകളുണ്ട്, അതിന് ചിലപ്പോൾ അടിപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ചിലർ മദ്യപാനത്തിനും ദുശീലങ്ങൾക്കും കഞ്ചാവിനൊക്കെ അടിമപ്പെട്ടു പോയിട്ട് ജീവിതം അതിലങ്ങോട്ട് ഒതുങ്ങിപ്പോയിട്ട് അവിടെ ആത്മരക്ഷയെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ച് പോലും ചിന്തയില്ലാതെ ഈ ലോക ജീവിതത്തിൽ നിന്നും പോകേണ്ടവരാണ്, നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. എല്ലാം ഈ ലോകത്തിൽ അവസാനിക്കേണ്ടതല്ല, അല്ലെങ്കിൽ അവസാനിക്കുന്നില്ല എന്നുള്ള ആ നിത്യസത്യത്തെ പിശാച് മറച്ചു പിടിക്കും, ഏതെങ്കിലുമൊക്കെ പാപത്തിൽ ബന്ധിച്ചിടും. അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ അഹന്ത, അഹങ്കാരം എന്ന് പറഞ്ഞാൽ അവന് ദൈവമില്ലാത്ത അവസ്ഥ. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ് ദൈവത്തെ തള്ളിപ്പറയുന്ന, ദൈവത്തെ മാറ്റി നിർത്തി തീരുമാനങ്ങൾ എടുക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകൾ. ആദ്യ മാതാപിതാക്കൾക്ക് പറ്റിയ ആദ്യ പാപം സത്യം പറഞ്ഞാൽ ദൈവത്തെ മാറ്റി നിർത്തി അവർ തീരുമാനമെടുത്തു എന്നുള്ളത് തന്നെയാണ്. ദൈവം പറഞ്ഞ തീരുമാനത്തിനും ദൈവം കൊടുത്ത ആലോചനയ്ക്കും വിപരീതമായി സ്വയം തീരുമാനിക്കാൻ അവർ തയ്യാറായി. പിശാച് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. അത് കേട്ടിട്ട് ദൈവിക തീരുമാനത്തെ മറുതലിച്ചതാണ് ആദ്യ മാതാപിതാക്കളുടെ പാപം. ഇവിടെ ഇന്നും ലോകത്തിലേക്ക് നോക്കിയാൽ അവിശ്വാസത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ദൈവനിഷേധത്തിലേക്കൊക്കെ കടന്നുപോയിട്ട് ഈ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് ദൈവമില്ല എന്ന് പോലും പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ലോകത്തിൻ്റെതാണ്. ഒരു ലൗകിക മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്തത്. എന്നാൽ ദൈവത്തിൽ നിന്നും വന്നവരാണ് നമ്മളെന്നും ദൈവത്തിങ്കിലേക്ക് തിരികെ പോകേണ്ടവരാണ് നമ്മളെന്നുള്ള നിത്യസത്യത്തെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. കാരണം നമ്മൾ ആത്മീയ മനുഷ്യരാണ്, വെറും ശാരീരിക മനുഷ്യർ മാത്രമല്ല, ആത്മീയ മനുഷ്യരാണ്. അപ്പോൾ ആത്മാവ് എന്നും നിലനിൽക്കുന്നതാണെങ്കിൽ ഈ ലോക ജീവിതത്തിന് ശേഷം നിത്യമായൊരു ജീവിതമുണ്ടെന്ന് യേശു തൻ്റെ ജീവിതം കൊണ്ട്, ഉദ്ധാനം കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തന്നെങ്കിൽ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനോടൊപ്പം ഉദ്ധിതരായി തീരേണ്ടവരാണ് നമ്മളെങ്കിൽ നിത്യരക്ഷയെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ ലക്ഷ്യബോധത്തിൽ നിന്നും പിശാച് നമ്മളെ തകർത്ത് കളയും. പിശാച് നമ്മളെ വ്യതിചലിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.